ചേട്ടാ, മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് വരിക, കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടുത്തട്ടെ. വേണ്ട വേണ്ട, ഇവിടെ ഒന്നും വേണ്ട, 5ന്റെ പൈസ ഇല്ല. ചേട്ടാ, വാങ്ങൊന്നും വേണ്ട, ഞങ്ങൾ കമ്പനി സാധനം ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാൽ മതി. വേണമെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. മോനെ ചായ എടുക്കട്ടെ, ക്ഷീണിച്ച് വരികയല്ലേ. മിണ്ടാണ്ടിക്ക്. പഞ്ചാരക്കല്ല ഇപ്പൊ എന്താ വില? കാലെന്താ പറ്റിയ? ഇതൊന്നുമില്ല ചേട്ടാ, ഞങ്ങളെ കമ്പനി ഇറക്കുന്ന ഒരു പുതിയൊരു ടോർച്ചാണിത്. നല്ല പവറാണിത്. ഇപ്പോഴത്തെ കാലത്ത് ആരാണ് ടോർച്ചെല്ലായിട്ട് നടക്കുന്നത്? നല്ല മൊബൈലല്ലേ, ഇനി ഗ്യാരണ്ടി ഉണ്ടാനേ. ഇത് ബാറ്ററി എല്ലാം ആകെ ഇത്തല്ലേ ടോർച്ച് ഉള്ളൂ. ഇതിപ്പോ ബാറ്ററി അടിയാ കൊള്ളുക. എന്റെ നിറമൊന്നില്ലാലേ ഇത്. അത് പകലായിട്ടാണ് ചേട്ടാ. പിന്നെ എല്ലാം കാണിച്ചില്ലഞ്ഞി, ഇവരുടെ സമയം പോക്കണ്ട. ഇവിടെ വന്ന് ഇങ്ങനെ നിന്നിട്ട് നമുക്ക് വേറെ ആരെങ്കിലും ഒന്ന് കിട്ടുമോ നോക്ക്. പോട്ട് പോട്ട് വേപ്പോട്ട്. ചേട്ടാ, ടോർച്ച് എത്രയാ? ചേട്ടാ, 100 രൂപ. 100 രൂപ? താങ്ക്സ് ചേട്ടാ. അല്ലടാ, ഇങ്ങനത്തെ ഇപ്പൊ വെറുതെ ഇങ്ങനെ പൈസ ഇങ്ങനെ വെറുതെ നോക്കുന്നത്? ഇവിടെ ഇപ്പൊ ടോർച്ചിന്റെ ആവശ്യം എന്താ ഉള്ളത്? അച്ഛാ, നമ്മളെല്ലാ സാധനവും വേണ്ടിയിട്ടല്ല വന്ന്. ചിലത് നമുക്ക് വേണ്ടി വരൂല. എന്നാലും ചില സാധനം വാങ്ങുമ്പോ ചിലർക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ വിചാരിച്ചിട്ടാ. ചിലത് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല, എന്നാലും നമ്മളത് വെറുതെ വാങ്ങും. പാവം, ഒരു കുടുംബം പോറ്റാൻ വേണ്ടിയുള്ള ഓട്ടത്തിലായിരിക്കും. ചേട്ടാ, ഇവിടെ നിന്നാ ടൗണിലേക്ക് ബസ് കിട്ടുമോ? ഏകദേശം മുന്നോട്ട് പോയൊരു ബസ് സ്റ്റോപ്പാണ്. ശരി ചേട്ടാ. അല്ല, ഗോപാൽ മാഷ വീട്ടിൽ പോയി വരികില്ലേ? അയാളൊന്നും വാങ്ങിക്കില്ലല്ലോ. മൂപ്പരെ കാലിന് എന്താ പറ്റിയെന്നറിയോ? ഇന്നെപ്പോലെ തന്നെ ഒരു ചങ്ങായി ഇങ്ങനെ തന്നെ പുസ്തകം വിൽക്കാൻ വേണ്ടി സ്കൂള് വന്നതാ. 100 റുപ്യ പുസ്തകത്തിനുള്ളൂ. 100 റുപ്യ കയ്യിൽ നിന്ന് പോകുന്നതിന് ഈ ഗോപാലൻ മാഷുണ്ടല്ലോ, സ്കൂളിന്റെ ബാക്കിലോട്ട് ഓടിയതാ. ആ പുസ്തകം വിൽക്കുന്ന ചങ്ങാനെ കണ്ടിട്ട് അങ്ങനെ ബെഞ്ച് മറിഞ്ഞു വീണ് 80,000 റുപ്യന്റെ കമ്പി ഇട്ടിട്ടാ ഇപ്പൊ കുത്തിരിക്കുന്നത്. അധികോ ലാഭം നോക്കുന്ന സ്ഥിതി ഉണ്ടല്ലോ, സദൈവ.